Good evening, all. This is Siat Ilikal. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency trading platform in India. ഇന്നലെ യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ കാരണം ഇന്നലെ യു എസ് മാർക്കറ്റ് അതിഗംഭീരമായ റാലി രേഖപ്പെടുത്തി. എസ്പെഷ്യലി നാസ്ഡാക്കെല്ലാം തന്നെ 2.7% റാലി. ടെസ്ല പോലെയുള്ള സ്റ്റോക്കുകൾ 8% റാലി. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുണ്ടായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ ഇന്ന് പൊതുവെ പോസിറ്റീവായിരുന്നു. നിഫ്റ്റിയും ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു. നിഫ്റ്റി 100 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി ഒരു 500 പോയിൻറ്റ്, ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ഇന്ന് റിസൾട്ട് വരുന്ന റിലയൻസ് പോലെയുള്ള കമ്പനീസും HDFC ലൈഫ് പോലെയുള്ള കമ്പനീസും എല്ലാം തന്നെ ശക്തമായ രീതിയിൽ പോസിറ്റീവിൽ ട്രേഡ് ചെയ്തു. റെയിൽവേ കമ്പനീസ് RVNL പോലെയുള്ള റെയിൽവേ സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള റാലി രേഖപ്പെടുത്തി. പ്രാജ് ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനീസ് ഈ യൂണിയൻ ബജറ്റിൽ എത്തനോളിൻ്റെ എല്ലാം തന്നെ പ്രൈസിങ് കൂടുമെന്നുള്ള കാരണം കൊണ്ട് പ്രാജ് ഇൻഡസ്ട്രീസും റാലി രേഖപ്പെടുത്തി. ഗോൾഡും ഇപ്പോൾ ടൈം റീസെൻറ്റ് 2 മന്ത് ഹൈയിലാണ്, സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് അവസാനിച്ചുവെങ്കിൽ കൂടിയും പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ യു എസിൽ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു നിഫ്റ്റിയൊക്കെ ഒരു 300 പോയിൻറ്റിൻ്റെയൊക്കെ റാലി രേഖപ്പെടുത്തിയിരുന്നു ഇതേ കാരണം കൊണ്ട് പണ്ട്. പക്ഷെ ഇപ്പോൾ FISൻ്റെ ആ ഒരു കനത്ത സെല്ലിങ് കാരണം ഇന്നും മേ ബി FISൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് തീർച്ചയായിട്ടും ഫസ്റ്റ് കമൻറ്റുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും FIS മേ ബി സെല്ലിംഗ് മോഡലായതുകൊണ്ടാവാം ഇന്ന് നിഫ്റ്റി പണ്ടത്തെ പോലെയുള്ള ഒരു വലിയൊരു ആഹ്ലാദ പ്രകടനത്തിന് മുതിരാതെ ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റാലി മാത്രമാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അതല്ല ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഗ്ലോബൽ മാർക്കറ്റ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, വളരെയധികം പോസിറ്റീവായിരുന്നു. ഇനി നിഫ്റ്റിയിൽ നിന്ന് HDFC ലൈഫ്, ഭാരത് ഇലക്ട്രോണിക്സ്, SBI ലൈഫ്, ശ്രീറാം ഫിനാൻസ്, ONGC തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 8% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ട്രെൻഡ് വീണ്ടും ഒരു ദിവസത്തെ ഇന്നലെ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും ട്രെൻഡ് വീണ്ടും ഇടിഞ്ഞു. ഫാർമ സെക്ടറായിട്ടുള്ള ഡോക്ടർ റെഡ്ഡി, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, IT കമ്പനിയായിട്ടുള്ള HCL ടെക്, വിപ്രോ ഇന്ന് ഫോൾ ആയ സ്റ്റോക്കുകളാണ്. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ച്, അതിനുശേഷം സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നീട് ഒരു കൺസോൾട്ടേഷൻ, പിന്നീട് അവസാനം ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിലാണ് നിഫ്റ്റി ഉള്ളത്. 23,350 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. ഏകദേശം ഒരു 120 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റി സൃഷ്ടിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $1,00,000 ആസ്പാസാണ് ഇപ്പോൾ ഉള്ളത്. ബ്രന്റ് ഓയിൽ $81.92 പെർ ബാരലാണ്. ഗോൾഡ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു $10 ഉയർന്ന് $2,700 കടന്നു. ഇന്ത്യ വിക്സ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1.5% സ്പൈക്ക് ചെയ്ത് 15.49. അതായത് ഇന്ത്യ വിക്സ് ഇന്ന് കൂൾ ഡൗൺ ആകേണ്ടതിന് പകരം ഇന്ന് മാർക്കറ്റിൻ്റെ ഫിയർ ഗേജ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തത് ഒരു വിരോധാഭാസമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവ്, ഓസ്ട്രേലിയ പോസിറ്റീവ്, കൊറിയ പോസിറ്റീവ്, ചൈന പോസിറ്റീവ്. ഈവൻ ചൈന കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2.5% റാലി കിട്ടിയിരുന്നു. FTSE UK മാർക്കറ്റ് പോസിറ്റീവ്. കൂടാതെ തന്നെ CAC 40 ഫ്രാൻസ് മാർക്കറ്റ് 2% റാലി. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഇന്നലെ റാലി രേഖപ്പെടുത്തിയിരുന്നു, ഇന്ന് ഫ്ലാറ്റാണ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരവസ്ഥ. ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെ ഒക്കെ ചാർട്ട് നോക്കാം. ബിറ്റ്കോയിൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1,00,000 മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ 1,00,000 കവിഞ്ഞു. ബിറ്റ്കോയിനെല്ലാം തന്നെ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് വഴിയൊക്കെ ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ബിറ്റ്കോയിൻ്റെ ചാർട്ട് കാണാം. ഏകദേശം 1,00,000 റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഫേസ് ചെയ്ത ബിറ്റ്കോയിൻ എക്സാക്റ്റ് $1,80,000 ബിറ്റ്കോയിൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അതിനുശേഷം ബിറ്റ്കോയിൻ സ്ലൈറ്റ്ലി ഒരു 1,00,000 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സോണായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. എനിവേ ബിറ്റ്കോയിനിലൊക്കെ നമ്മൾ ഒരു വീഡിയോയൊക്കെ വളരെ സൂൺ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. വരുന്ന ശനിയാഴ്ച പോസ്റ്റ് ചെയ്യാം ഡെൽറ്റ എക്സ്ചേഞ്ചിൽ. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഈ വരുന്ന ജനുവരി 26 കൊച്ചിയിൽ വെച്ച് ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഓൺലൈൻ, ചില ആളുകൾക്ക് ഓൺലൈനാണ് താല്പര്യം, ചില ആളുകൾക്ക് വന്ന് പഠിക്കാനാണ് താല്പര്യം. 2 കോഴ്സും കുറഞ്ഞ ഫീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, കോഴ്സൊക്കെ ചൂസ് ചെയ്യാം. ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 3.8% ഉയർന്നിട്ടുണ്ട്. എന്നാൽ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഉയർന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റ് 11% ഇയർ ഓൺ ഇയർ ഉയർന്നു.
റവന്യൂ ഗൈഡൻസും 2025 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗൈഡൻസും ഉയർത്തി. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 63 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. മസ്റ്റക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്നു. റവന്യൂ 11% ഉയർന്നു. കഷോരം ഇൻഡസ്ട്രീസ് നെറ്റ് ലോസാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ ലോസായിരുന്നു, 49 കോടി രൂപ ലോസ്. ഈ തവണ ലോസ് വർദ്ധിച്ച് 69 കോടി രൂപ. L&T മൈൻട്രി കമ്പനി അവർ 1086 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയപ്പോൾ 13% ക്വാർട്ടർ ടു ക്വാർട്ടറും 7% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഹീറോ മോട്ടോകോർപ്പ് ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് ഈ ഒരു വർഷം റൂറൽ ഏരിയയിൽ ഇവരുടെ ഡിമാൻഡ് എല്ലാം തന്നെ വർദ്ധിപ്പിച്ച് കമ്പനി നേടുമെന്ന് കമ്പനി അറിയിച്ചു. സൊമാറ്റോ കമ്പനി നിഫ്റ്റി 50-യിലുള്ള ഇൻക്ലൂഷൻ 400 ടാർഗറ്റ് എന്നുള്ള ന്യൂസുകളെല്ലാം തന്നെ സൊമാറ്റോനെ സംബന്ധിച്ചുണ്ട്. ജെൻസോൾ കമ്പനി ഇവർ റിഫക്സ് ഗ്രീൻ മൊബിലിറ്റി ആയിട്ട് ഇലക്ട്രിക്കൽ 4 വീലേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരണയായി. പേടിഎം കമ്പനി അപ്ഗ്രേഡ് കിട്ടിയിരുന്നു പേടിഎമ്മിന്, ഇമാക്കി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി. മിൻഡ കോർപ്പ് കമ്പനി ഇവർ EV പ്ലാറ്റ്ഫോം ഫ്ലാഷ് ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്ലാൻ ഫാർമ ഇവരുടെ തെലങ്കാനയിലുള്ള മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. DB കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.6% ഫോളായി 118 കോടി രൂപ Q3 റിസൾട്ട് കരസ്ഥമാക്കി. ഭാരത് ഡൈനാമിക് കമ്പനി 2960 കോടി രൂപയുടെ ഓർഡർ, ഇവർക്ക് സർഫസ് എയർ മിസൈലിൻ്റെ ഓർഡർ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സൺ ഫാർമ കമ്പനി ആൻറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞ കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഹാവൽസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 188 കോടി രൂപയിൽ നിന്ന് 278 കോടി രൂപയിലേക്ക് ഉയർന്നു. കമ്പനി 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഹാറ്റ്സൺ അഗ്രോ 57 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. HFCL കമ്പനി 2500 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മാരുതി EV കാറുകൾ, നമ്മൾ നേരത്തെ മാരുതിയുടെ ന്യൂസ് കണ്ടിരുന്നു. EV കാറുകൾ കൂടുതൽ ഇവർ ഇറക്കുമെന്ന് കമ്പനി അറിയിച്ചു. വിറ്റാര, ബ്രസ്സ, അങ്ങനെ നിലവിൽ നിരത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് ഈ SUV സെഗ്മെൻറ്റിലുള്ളത്. അതിലേക്ക് മാരുതി വരികയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷം അവസാനത്തോടെ കൂടിയിട്ടൊക്കെ മാരുതിയുടെ EV കാറുകൾ വരും. EV കാറുകൾ മാരുതിക്ക് ഇല്ലാത്തത് ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത് മാരുതിക്ക് ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ മാരുതിയുടെ എല്ലാം തന്നെ വിറ്റാര ഹൈബ്രിഡ് എല്ലാം തന്നെ 25 കിലോമീറ്ററിലേറെ മൈലേജ് കൊടുക്കുന്നുണ്ട്. അത് ഹൈബ്രിഡാണ്. അപ്പോൾ ഈ ഒരു EVയുടെ ചാർജിങ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങളും ഒഴിവായി. എന്നാൽ മൈലേജ് കൂടി എന്നുള്ള കാരണം കൊണ്ട് വിറ്റാരയും ബ്രസ്സയും ഈ ഹൈബ്രിഡ് സെഗ്മെൻറ്റിൽ ടയോട്ടയായിട്ട് സഹകരിച്ചിട്ട് ഹൈക്രോസിലുള്ള അതേ കാർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിന് നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ അതുകൊണ്ടാവാം മാരുതി പിപ്പവർ പോർട്ടായിട്ട് 5 ഇയറിൻ്റെ ലോങ് ടൈം ഈ ഒരു എക്സ്പോർട്ട് ഓർഡറുകളെല്ലാം തന്നെ ഏകദേശം ഒരു വർഷം മുമ്പേ അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള അപ്ഡേറ്റുകൾ. റിലയൻസിൻ്റെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. കൺസോളിഡേറ്റഡ് റിസൾട്ടാണ് നമുക്കറിയാം. അപ്പോൾ അതൊരു നാളെ രാവിലെയൊക്കെ നമുക്കത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്താൽ അതിന് മുമ്പൊക്കെ ആയിട്ട് ന്യൂസുകളിലൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം. താങ്ക് യു.